حي على الفلاح حي على الفلاح الله أكبر الله أكبر لا ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒന്നൊഴിയാതെ കാത്തു സൂക്ഷിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ ഖുതുബയിലും സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. ആ ഒരു വസിയത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് നിങ്ങളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിജ്രി കലണ്ടർ അനുസരിച്ച് 1448 ഒരു പുതുവർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ച അന്ന് തീരുമാനിച്ച കാര്യമാണ് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ, അത് 12 മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസമാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന സമയത്ത് അല്ലാഹു തീരുമാനിച്ച കാര്യമാണ്. അതിലെ പവിത്രമാക്കപ്പെട്ട ഒരു മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ മാസത്തിൽ യുദ്ധം ഹറാമാണ്. പവിത്രമാക്കപ്പെട്ട മാസം എന്ന നിലക്ക് സൂക്ഷ്മതയും അധികമായ തഖ്വയും അനിവാര്യമാണെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മാസത്തിൽ ഒരുപാട് ചരിത്രപരമായ കിതാബുകൾ നമുക്ക് വായിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനെ ഫിർഔനിന്റെയും സംഘത്തിന്റെയും അടുക്കൽ നിന്ന് രക്ഷിച്ച മാസം അത് മുഹറം മാസമായിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ഹിജ്റ ചെയ്തത് ഈ മാസമായിരുന്നു. അതുപോലെ തന്നെ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു സംഭവം കർബല എന്ന വേദനാജനകമായ ഒരു ചരിത്രവും നടന്നത് ഈ മാസത്തിലാണ്. മുസ്ലിം സമുദായത്തിനിടയിൽ ഈ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ചരിത്രത്തിന്റെ വിഷയത്തിൽ, ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്ന വിഷയത്തിൽ ഹദീസിനെ സംരക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ഒരു സംരക്ഷണം നൽകപ്പെട്ടതായി കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ വിഷയത്തിൽ ഷീഈ സ്വാധീനങ്ങൾ, വലിയ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ, വലിയ രൂപത്തിലുള്ള ളഈഫും അത് മൗളൂഉമായ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ കൂട്ടിക്കടത്തിയതായി കാണാൻ കഴിയും. ഈ കർബലയുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നത്തിന്റെ വക്താക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ കർബലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട്. കർബലയുമായി ബന്ധപ്പെട്ട് പല കലണ്ടറുകളിലും കാണുന്ന നഹ്സ് പോലുള്ള ശകുനം, ദുശകുനം നോക്കുന്ന ഏർപ്പാടുകൾ മുസ്ലിം സമുദായത്തിൽ കയറിക്കൂടിയിട്ടുണ്ട്. ഇത് ഷിയാക്കൾ അവരുടെ ദുഃഖാചരണവുമായി കൊണ്ടാടുന്ന ഒരു വലിയ സമ്പ്രദായം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ വസ്തുത എന്താണ്? കർബലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വഹാബാക്കളെ ചീത്ത പറയുന്ന, മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള സ്വഹാബാക്കളെ തെറി പറയുന്ന, യസീദ് റഹിമഹുല്ലാഹു തആലയെ പോലുള്ള ആൾക്കാരെ ചീത്ത പറയുന്ന സമ്പ്രദായങ്ങൾ നമ്മൾ കണ്ടുവരുന്നു. ഇതിന്റെ വസ്തുതയും ഇതിന്റെ ശരിയായ നിലപാട് എന്താണ് എന്നും മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഇസ്ലാമിക ഖിലാഫത്ത്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം കുറച്ചു കാലം ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിന് ശേഷം മുസ്ലിം സമുദായത്തിൽ ഫിത്നകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, ഫസാദുകൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് ഫിത്നയുടെ ഒരു ബാബാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ട് കഴിഞ്ഞാൽ ഫിത്നകൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫിത്നകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽ ഇസ്ലാമിക ലോകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ശക്തമായി ഫിത്നകൾ വ്യാപിച്ചു. ഒരു മുസ്ലിം ഒരിക്കലും മനസ്സുകൊണ്ട് കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല സംഭവങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ കയറിക്കൂടി. അങ്ങനെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിന് ശേഷവും സമാനമായ ഫിത്നകൾ ഉണ്ടായത് കാരണത്താൽ അവിടെ ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹു മാറിക്കൊടുക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുകയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രശംസയ്ക്കും ഒരുപാട് പുകഴ്ത്തലുകൾക്കും അർഹമായ ലഭിച്ച സഹാബിയാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. മിൻ കുത്താബിൽ വഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി രേഖപ്പെടുത്തുന്ന സഹാബാക്കളിൽ ഒരാളായിരുന്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്ത സ്വഹാബിയായിരുന്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു. ഖാലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരിയാണ്. ഇങ്ങനെയുള്ള പല ബന്ധങ്ങളും പല മേന്മകളും മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ ചീത്ത പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വഹി രേഖപ്പെടുത്തിയ, ഖുർആനും സുന്നത്തും രേഖപ്പെടുത്തിയ വ്യക്തിയുടെ മേലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചാപ്പ കുത്തുന്നതും ഇത്തരത്തിലുള്ള തെറ്റുകൾ ഇത്തരത്തിലുള്ള പോരായ്മകൾ നമ്മൾ വെച്ച് കെട്ടുന്നതുമുള്ള ബോധം നമുക്ക് ഉണ്ടായിക്കൊണ്ടാണ് ഈ സ്വഹാബാക്കളുടെ മേലെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളിൽപ്പെട്ട ഒരാളെയും ചീത്ത പറയാൻ പാടില്ല. അസ്സഹാബ അൽ അസ്ഹാബു അമനത്തുൽ ലി ഉമ്മ, ഈ ഉമ്മത്തിന്റെ സംരക്ഷകരാണ് സ്വഹാബാക്കൾ. അതിലെല്ലാവരും പെട്ടു. റസൂൽ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളുടെ കിതാബിൽ നിന്ന് മാത്രം ആ ചരിത്രങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. കാരണം മലയാളത്തിൽ പോലും എഴുതപ്പെട്ട പല ഗ്രന്ഥങ്ങളിലും ഷീഈ സ്വാധീനമുള്ള ഷീഈ കിതാബുകളിൽ നിന്നും രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. വലിയ രൂപത്തിൽ കേരളത്തിൽ പോലും ആ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവസാന കാലഘട്ടത്തിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ യസീദിന് ഖിലാഫത്ത് ഏൽപ്പിക്കാം. ഈ വിഷയത്തിൽ സ്വഹാബാക്കൾക്കിടയിൽ ഖിലാഫ് ഉണ്ടായി. ഇതിനു മുമ്പ് ഒരാളും സ്വന്തം മകനോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കോ ഖിലാഫത്ത് ഏൽപ്പിച്ച സമ്പ്രദായം ഉണ്ടായിട്ടില്ല. മുആവിയ റളിയല്ലാഹു തആല അൻഹു മകനെ യസീദിനെ ഖിലാഫത്ത് ഏൽപ്പിച്ചു. ഇത് സ്വഹാബാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള പ്രഗത്ഭരായ സ്വഹാബാക്കൾ ഇതിനെതിരെ സംസാരിച്ചവരിൽ യോജിച്ചിട്ടില്ല. അവരിൽ നിന്ന് മാറി നിന്നു. അങ്ങനെ മദീനയിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് യസീദിന്റെ ബൈഅത്തിന് വേണ്ടി ആളുകൾ ചെന്നപ്പോൾ അത് ഭയന്ന് ഇദ്ദേഹം മദീനയിലേക്ക് നാട് വിട്ടു എന്നാണ്. ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹു മക്കയിലേക്ക് നാട് വിട്ടു. മദീനയിൽ നിന്നും മക്കയിലേക്ക്. അങ്ങനെ അവിടെ പോയി അവിടെ ചില സ്വഹാബാക്കൾ യസീദിന്റെ ഖിലാഫത്തിനോട് ഭരണത്തിനോട് യോജിക്കാത്ത ആളുകൾ അങ്ങോട്ടേക്ക് മാറി താമസിച്ചു. ഈ സന്ദർഭത്തിൽ ഈ ഒരു അവസരത്തിനെ മുതലെടുത്തുകൊണ്ട് മുനാഫിക്കീങ്ങൾ, ഷിഈ സ്വാധീനമുണ്ടായിരുന്ന ആളുകൾ ഒരു തന്ത്രം മെനയുകയാണ്. ആ തന്ത്രം മെനഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാണുന്ന കർബലയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും സംഭവിക്കുന്നത്. അന്ന് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹു യസീദ് റഹിമഹുള്ളയുടെ ഖിലാഫത്തിനോട് യോജിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഷിയാക്കൾ, ഷിഈ സ്വാധീനമുള്ള കൂഫയിലെ ആളുകൾ നിരന്തരമായി കത്തയക്കുകയാണ്. എന്താണ് കത്തയച്ചറിയോ? നിങ്ങൾ കൂഫയിലേക്ക് വന്നാൽ നമ്മൾ യസീദിനെ വിട്ട് നിങ്ങളെ ബൈഅത്ത് ചെയ്യുകയും ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹുനെ ഖലീഫയാക്കുകയും നല്ല രൂപത്തിലുള്ള ഖിലാഫത്ത് നമുക്ക് നടത്തുകയും ചെയ്യാമെന്ന് അദ്ദേഹം നിരന്തരമായി കത്തെഴുതാണ്. ആദ്യമൊന്നും അദ്ദേഹം കൂട്ടാക്കിയില്ല. ഏകദേശം 500ഓളം കത്ത് കൂഫയിൽ നിന്നും നിരന്തരമായി ഇദ്ദേഹത്തിന് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിന് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇവരുടെ പ്രേരണയും ഇവരുടെ സ്വാധീനവും കാരണം ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹു കൂഫയിലേക്ക് പോകാൻ തീരുമാനിക്കാം. സ്വഹാബാക്കൾക്ക് അറിയാം, കൂഫയിലെ ആൾക്കാർ വഞ്ചകരാണ്. കൂഫയിലെ ആളുകൾ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വഞ്ചിച്ച കൊലപ്പെടുത്തിയ ആൾക്കാരാണ് കൂഫയിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കൂഫയിലേക്കുള്ള യാത്ര മനസ്സിലാക്കിയ സ്വഹാബാക്കൾ കൈപിടിച്ച് നിർത്തി. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ആളുകൾ ശക്തമായ ഭാഷയിൽ സംസാരിച്ചു. നിങ്ങൾ ഖുറൈശി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്താത്തത്.
മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങളെ തലക്ക് പിടിച്ച് ഞാൻ മാറ്റി നിർത്തുമായിരുന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനെ പോലുള്ള ആൾക്കാർ സംസാരിച്ചു റളിയല്ലാഹു അൻഹു. ഒരുപാട് സഹാബാക്കൾ മാറി നിന്നു. പക്ഷേ നിരന്തരമായ പ്രേരണകൾ, നിരന്തരമായ പറ്റിക്കലുകൾ, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു കൂഫയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ ക്ഷണിച്ച ആളുകൾ പറഞ്ഞു, നിങ്ങൾ കൂഫയിലേക്ക് എത്തിയാൽ നിങ്ങളെ സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, നിങ്ങളെ സ്വീകരിക്കും, നല്ല ഖിലാഫത്ത് നമുക്കിവിടെ നടത്താം എന്ന് പറഞ്ഞു ഒരു ഖൈറായ ചിന്തയിലൂടെയാണ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല പോകുന്നത്. അങ്ങനെ അവിടുത്തെ അവസ്ഥാവിശേഷങ്ങൾ മനസ്സിലാക്കാൻ മുസ്ലിം ബിൻ ഉഖൈൽ എന്ന ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല ഒരു ബന്ധുവിനെ കൂഫയിലേക്ക് പറഞ്ഞേക്കാൻ. എന്താണ് അവിടുത്തെ സാഹചര്യം? കാരണം കൂഫയിൽ ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പേർഷ്യൻ ഭാഗത്ത് നിന്ന് ഒരുപാട് ഫിത്നകൾ ഉണ്ടാകും. ഹുനാക അസ്സലാസിൽ വൽ ഫിതൻ, അവിടെ നിന്നാണ് ധാരാളം ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്, അവിടെ നിന്നാണ് ശൈത്താന്റെ കൊമ്പ് പുറപ്പെടുന്നത്. റസൂൽ പറഞ്ഞ ഹദീസാണ്. ആ ഹദീസിനെ വിശദീകരിച്ച ഉലമാക്കൾ പറഞ്ഞു, ആ പേർഷ്യൻ ഭാഗത്ത് നിന്നായിരിക്കും ദജ്ജാൽ വരിക, അവിടെ നിന്ന് ഒരുപാട് ഫിത്നകൾ ഉണ്ടാകും, അവിടുത്തെ ആൾക്കാരിൽ നിന്ന് ഒരുപാട് ഫിത്നകൾ സമൂഹത്തിന് സംഭവിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അങ്ങനെ മുസ്ലിം ബിൻ ഉഖൈലിനെ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല കൂഫയിലേക്ക് പറഞ്ഞേക്കുന്നു. കൂഫയിലേക്ക് പോയപ്പോൾ നല്ല അന്തരീക്ഷമാണ്, നല്ല സാഹചര്യമാണ്. അവർ കത്തിൽ എഴുതിയതുപോലെ തന്നെ നല്ലൊരു ഖിലാഫത്തിന് പാകമായ മണ്ണാണ് കൂഫയിലുള്ളത്. അങ്ങനെ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആലയുടെ ഖിലാഫത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞയച്ച മുസ്ലിം ബിൻ ഉഖൈലിനെ 12,000 ആൾക്കാർ ബൈഅത്ത് ചെയ്തു എന്നാണ്. 12,000 ആളുകൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല വന്നാൽ നമുക്ക് നല്ല ഖിലാഫത്ത് സ്ഥാപിക്കാം. അങ്ങനെ ഈ രൂപത്തിലാണ് മുസ്ലിം ബിൻ ഉഖൈൽ തിരിച്ച് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല കത്തെഴുതുന്നത്. അങ്ങനെ തിരിച്ച് കത്തെഴുതി, നല്ല സാഹചര്യമാണ്, പേടിക്കാനൊന്നുമില്ല, മറ്റുള്ള ആൾക്കാർ പറയുന്നത് പോലൊന്നുമല്ല, നിങ്ങൾ വന്നോളി, കൂഫയിലേക്ക് വന്നോളി എന്ന് കത്തെഴുതി. അങ്ങനെ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ ആളുകളും മദീനയിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും കൂട്ടി 18ഓളം അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. ഹുസൈൻ ബിൻ അലി, അദ്ദേഹത്തിന്റെ മകൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തന്നെ മറ്റു ഭാര്യമാരുള്ള മക്കൾ, അവരൊക്കെ ഒപ്പം കൂട്ടി ഏകദേശം ചരിത്രത്തിന്റെ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന 100-ൽ താഴെ ആളുകൾ, 80 ചില്ലുവാനം അല്ലെങ്കിൽ 80-ന് മുകളിലും 100-ൽ താഴെയും ആളുകൾ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആലയുടെ കൂടെ കൂഫയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ കൂഫയിലേക്ക് യാത്ര തിരിച്ച് വഴിമധ്യേ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ബിൻ ഉഖൈലിന്റെ വധവുമായി ബന്ധപ്പെട്ട വാർത്ത എത്തുകയാണ്. ഇതിൻ്റെ ഇടയിൽ എത്താറായപ്പോൾ, കൂഫയുടെ അടുക്കലേക്ക് ഏകദേശം എത്താറായപ്പോൾ മറ്റൊരാളെയും കൂടി ഹുസൈൻ ബിൻ അലി പറഞ്ഞയച്ചു. അദ്ദേഹത്തെയും വധിച്ചു, മുസ്ലിം ബിൻ ഉഖൈലിനെയും പറഞ്ഞയച്ചു. ഇതിനുള്ള കാരണം, അന്ന് കൂഫയിലേക്ക് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല പോകുമ്പോൾ അവിടുത്തെ ഗവർണർ, കൂഫയിലെ ഗവർണർ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു തആല ആണ്. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖലീഫയായിരുന്ന യസീദ് പറഞ്ഞു, ഹുസൈൻ വന്നാൽ ഹുസൈൻ റളിയല്ലാഹു തആല തടയണം. യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അപ്പോഴും യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടില്ല, തടയണം, അവിടേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. പക്ഷേ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു തആല പറഞ്ഞു, ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല പോലുള്ള ഒരു സ്വഹാബിയെ തടയാൻ ഞാൻ ആളല്ല, എനിക്കിത് കഴിയൂല എന്ന് പറഞ്ഞ് ഗവർണർ സ്ഥാനത്ത് നിന്നും അദ്ദേഹം ഇറങ്ങാൻ കൂഫയുടെ. അപ്പോൾ ആരാണ് ഈ അടുത്ത് കൂഫയിൽ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുക? അങ്ങനെ ചർച്ചയായി. ആ കൂഫയെ പോലുള്ള വലിയ സ്ഥലത്ത് ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഉത്തരവാദിത്തമാണ്. അത് ഏറ്റെടുക്കാൻ തയ്യാറായത് അന്ന് ബസ്രയിൽ ഉണ്ടായിരുന്ന ഉബൈദുല്ലാഹ് ഇബ്നു സിയാദാണ്. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ഒരു ഷീഈ ചാരനായിരുന്നു. യസീദിന്റെ കീഴിൽ പണിയെടുക്കുന്ന ഒരു ഗവർണറാണ് ബസ്രയിലെ, പക്ഷേ അദ്ദേഹം ഷീഈ ചാരനായിരുന്നു. യസീദ് റഹിമഹുള്ളയ്ക്കും ഇദ്ദേഹത്തെ ഗവർണർ സ്ഥാനം ഏൽപ്പിക്കാൻ താല്പര്യമില്ല. നമ്മൾ ഈ ചരിത്രമാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. യസീദ് റഹിമഹുള്ളയുടെ മേൽ നമ്മൾ കുറ്റം ആരോപിക്കുമ്പോൾ എവിടെയാണ് പിഴച്ചത്? ഒരു ഭരണം കൊണ്ടുനടക്കുക എന്നതും ഒരു ഖിലാഫത്ത് ഏറ്റെടുക്കുക എന്നതും വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. ഒരു മാനുഷികമായ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. അപ്പോൾ അവിടെ ബസ്രയിൽ ഗവർണറായിരിക്കുന്ന ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ മാറ്റാനുള്ള പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് യസീദ് റഹിമഹുല്ലാഹു തആല. പക്ഷേ അദ്ദേഹത്തെ ആ സാഹചര്യം പരിഗണിച്ച് കൂഫയിലെ ഗവർണർ ആക്കേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തെ കൂഫയിലെ ഗവർണറാക്കുകയാണ്. കൂഫയിലെ ഗവർണർ യസീദ് റഹിമഹുള്ളയ്ക്ക് താല്പര്യമില്ലാത്ത അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? കൂഫയിലെ ഗവർണറാക്കി. ഇദ്ദേഹം ഷീഈ ചാരനായതുകൊണ്ട് തന്നെ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാനുള്ള തന്ത്രവും പ്ലാനും ഇദ്ദേഹം മുമ്പേ കണ്ടിരുന്നു. അങ്ങനെ യസീദ് ബിൻ അലി, പിന്നെ ഈ ഉബൈദുല്ലാഹ് ബിൻ സിയാദ് വന്നതിന് ശേഷമാണ് മുസ്ലിം ബിൻ ഉഖൈലിനെ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞയച്ച ഇദ്ദേഹത്തെ വധിക്കണമെന്ന തീരുമാനമുണ്ടാകുന്നത്. ഈ ഉബൈദുല്ലാഹ് ബിൻ സിയാദ് ശക്തനായ നേതാവാണ്. അതുകൊണ്ട് തന്നെ കൂഫയിലെ ആളുകൾ പതി എന്തിയാണ്? കാലുമാറാണ്.
ഇത്ര കത്തെഴുതി നിങ്ങൾ വന്നാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങളെ സഹായിക്കുമെന്ന് ഇത്ര കാലം പറഞ്ഞ ആളുകൾ പതിയെ കാലുമാറാണ് ഈ മുസ്ലിമിന് ഉഖൈലിനെ ഒറ്റിക്കൊടുക്കാൻ. മുസ്ലിമിന് ഉഖൈലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്ത 12,000 ആൾക്കാരുമായി ഒരു സ്ഥലത്ത് കൂടി. അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ആളെ പറഞ്ഞയച്ചു. യുദ്ധം അടുത്ത് 2 സംഘവും ഒരുമിച്ച് കൂട്ടുമുട്ടിയ സന്ദർഭത്തിൽ ഈ 12,000 ആൾക്കാരും പിന്നോട്ടടിച്ചു കൊണ്ടാണ്. അവിടെ മുസ്ലിമിന് ഉഖൈൽ ഒറ്റപ്പെടുകയാണ്. അങ്ങനെ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് സ്വഹാബാക്കളെ ചീത്ത പറയാൻ ആവശ്യപ്പെടുന്നു. അലി ബിൻ അബി ത്വാലിബിനെ ചീത്ത പറയാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി ചീത്ത പറയാൻ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം മുസ്ലിമിന് ഉഖൈൽ സ്വഹാബാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. ഈ ഉബൈദുല്ലാഹിനെതിരെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തെ അതിന്റെ മുകളിൽ വെച്ച് തല അറുക്കുകയാണ്. ആദ്യം അദ്ദേഹത്തിന്റെ തല ആ കൊട്ടാരത്തിന്റെ മുകളിലും താഴെയിടുന്നു, ശേഷം ശരീരവും താഴെയിടുന്നു. പിന്നെ വീണ്ടും ഹുസൈൻ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞയച്ച ആളെ അതേപോലെ തന്നെ വധിക്കുകയും സ്വഹാബാക്കളെ ചീത്ത പറയാൻ ആവശ്യപ്പെടുകയും പിന്നെ വധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകെ പ്രശ്നം കലുഷിതമായി. ഈ കാര്യം ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അറിയുന്നത് കൂഫയിലേക്ക് എത്താറാകുമ്പോഴാണ്. അപ്പോൾ തിരിച്ചു പോകാനുള്ള പല പ്ലാനുകളും ഉണ്ടായി. പക്ഷെ അവിടെയും ഈ മുസ്ലിം ഉഖൈലിന്റെ ചില കുടുംബക്കാർ പറഞ്ഞു, ഇത്ര നമ്മളെത്തി, ഇനി നമുക്ക് നമ്മുടെ ബന്ധുവിനെ മുസ്ലിമിന് ഉഖൈലിനെ കൊന്ന ആളെ വകവരുത്തിയിട്ടല്ലാതെ അവർക്കെതിരെ പ്രതികാരം ചെയ്തിട്ടല്ല നമ്മൾ തിരിച്ചു പോകുന്ന ധൈര്യമല്ലെന്ന്. പലപ്പോഴും ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയം ഉണ്ടാകാൻ കാരണം എമ്പതി ചില ആൾക്കാരേ ഉള്ളൂ, എന്ത് ചെയ്യാനാണ്. പക്ഷെ അവിടെ വികാരം മുന്തിക്കുകയും ബുദ്ധിയെ പണയം വെക്കുകയും ചെയ്ത് ഈ ചെറിയ ആൾക്കാരുമായി ഈ വലിയൊരു സമൂഹത്തെ യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്താ ഉണ്ടാവുക? അവിടെ യുദ്ധം ചെയ്യാൻ പോകുന്നു. അവിടെ ആ ഭരണത്തിൻ്റെ കീഴിൽ ശക്തമായ രൂപത്തിൽ ഓരോ വ്യക്തികളും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തികളും ഓരോരുത്തരായി ചരിത്രത്തിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആരാണ് ആ വ്യക്തികൾ, കൊന്ന ആളുകൾ ആരാണ് എന്നത് കൃത്യമായി കർബലയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും വധിച്ചു, എല്ലാ ആളുകളെയും വധിച്ചു. ആ സമയത്ത് 3 ഓപ്ഷൻസ് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല മുന്നോട്ട് വയ്ക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ എന്നെ യസീദിന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുദ്ധസ്ഥലത്തേക്ക് പറഞ്ഞയച്ചാൽ നമ്മൾ അവിടെ ജിഹാദുമായി കൂടിക്കോളാം, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞേക്കണം. ഈ 3 ഓപ്ഷൻസ് നിങ്ങൾ നൽകിയാൽ ഹൈറാണെന്ന് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല പറഞ്ഞു. അത് സ്വീകരിക്കാൻ ആ സമയത്ത് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് പോലും തയ്യാറായിന്നാണ്. ആ സമയത്ത് തയ്യാറായി. പക്ഷെ അവിടെ ഷംറി എന്ന് പറയുന്ന വേറൊരു ശൈത്താൻ വന്നു. അദ്ദേഹം ഷീഇ മുനാഫിക്കാണ്, അയാളും ഷീഇ മുനാഫിക്കാണ്. ഒരിക്കലും നമ്മുടെ അടുക്കലേക്ക് ഇവിടെ ഖിലാഫത്ത് ഏറ്റെടുക്കാമെന്ന ഹുസൈൻ ബിൻ അലിയെ വെറുതെ വിട്ടാൽ അത് നമ്മുടെ ആണത്തമല്ല, വകവരുത്തിയേ മതിയാകൂ. അങ്ങനെ കൂടെ വന്ന് എല്ലാവരെയും വധിക്കുന്നു. അവസാനം കർബലയിൽ മുഹറം 3-നാണ്, 2-നോ 3-നോ ആണ് അവർ തമ്പടിക്കുന്നത്. മുഹറം 10-ന്റെ അന്ന് അവർ ഏറ്റുമുട്ടുന്നു. അങ്ങനെ എല്ലാവരും വധിച്ച അവസാനം ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല മാത്രം ബാക്കിയാകുന്നു. ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആലയുടെ ചുറ്റും 12ഓളം ആളുകളെ ചുറ്റാൻ കൊല്ലാൻ മടിയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയാണ്. വധിക്കാൻ ആർക്കും ധൈര്യം ലഭിക്കുന്നില്ല, എല്ലാവരും ചുറ്റും നടക്കുകയാണ്. അപ്പോൾ ഈ ഷംറി എന്ന് പറഞ്ഞ ശൈത്താൻ അയാൾ വന്ന്, നിങ്ങൾ എന്തിനാണ് കൊല്ലാൻ മടിക്കുന്നത് എന്ന് പറഞ്ഞ് കൂടെയുള്ള ഒരാളെ വാള് കൊണ്ട് തലയിൽ മർദ്ദിക്കാൻ പറയുന്നു. അങ്ങനെ ആദ്യം തലയിലേക്ക് വെട്ടുന്നു. തലയിൽ ഒരു ഹെൽമെറ്റ് ധരിച്ചിരുന്നു, യുദ്ധ സമയത്ത് ധരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ധരിച്ചിരുന്നു. അത് ഊരി താഴെ വീഴുന്നു. അത് അദ്ദേഹം ഊരി മാറ്റി വെക്കുന്നു. പിന്നീട് ഇടതും വലതുമായി അദ്ദേഹത്തെ വെട്ടുന്നു. അവസാനം സിനാൻ എന്ന് പറയുന്ന ഈ ഷംറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തി ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആലയുടെ തല അറുത്തെടുത്ത് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ വേദനാജനകമായ പല സംഭവങ്ങളും കർബലയുടെ ചരിത്രത്തിൽ കാണാം. ഈ പ്രശ്നമുണ്ടാക്കിയത്, ഈ പ്രശ്നത്തിന്റെ സൂത്രധാരന്മാർ ഷിയാക്കളാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ കർബല എന്നത് ഷിയാക്കളുടെ ദുഃഖാചരണമായി മാറി? എങ്ങനെയാണ് ആ അവസ്ഥയിലേക്ക് എത്തിയത്? കാരണം കൂഫയിലെ ആളുകൾക്ക് വലിയ നാണക്കേടാണ് കർബല. നിങ്ങളെ സഹായിക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയെ സഹായിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിനെ മറപിടിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കിയ ഒരു ആചാരമാണ് കർബല, ദുഃഖാചരണം. ഇന്നും നമ്മൾ പിന്നെ സ്വന്തം ദേഹത്തടിച്ച്, കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് സ്വന്തം ദേഹത്തടിച്ച് ദുഃഖാചരണം നടത്തുന്നത് കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്കും വന്ന ഒരു ആചരണമാണ് നെഹ്സ്, ദുശകനം നോക്കുക. പിന്നെ മുഹറം 10-ന്റെ നല്ല കാര്യങ്ങൾ ആരംഭിക്കാൻ പാടില്ല, മുഹറത്തിന്റെ ആരംഭത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഒരു കട ആരംഭിക്കാൻ പാടില്ല, ഒരു സ്ഥാപനത്തിലേക്ക് ജോലി ഏറ്റെടുക്കാൻ പാടില്ല. ഈ വിശ്വാസം വന്ന് ഷീഈ സ്വാധീനമാണ്. അതുകൊണ്ട് ഈ ചരിത്രം സൂചിപ്പിക്കാൻ കാരണം, ഈ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആലയുടെ ചരിത്രവും പറഞ്ഞ് സ്വഹാബാക്കളെ ചീത്ത പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ഷിയാക്കളെ മെനഞ്ഞ തന്ത്രമാണ്. അതിന് മറപിടിക്കാൻ അവർ ഉണ്ടാക്കിയ ദുഃഖാചരണമാണ് കർബല.
അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മരിച്ചിട്ട് അവർ അത്തരത്തിലുള്ള ഒരു ആഘോഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുഃഖാചരണം അവർ കൊണ്ടാടിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാത്രം അവർ ദുഃഖാചരണം ഉണ്ടാക്കി? അതൊരു മറപിടിക്കലാണ്. ആ മറപിടിക്കൽ പിന്നീട് ലോകത്ത് വ്യാപിച്ചു. അത് നമ്മുടെ നാട്ടിലടക്കം കയറി വന്നു. ആ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തെ കൃത്യമായി പഠിക്കുക. ചരിത്രം വളരെ സൂക്ഷ്മമായി ഓരോന്നും കീറി മുറിച്ച് യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ വലിയ വലിയ ഉലമാക്കളിൽ നിന്ന് മാത്രം സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം ചരിത്രത്തിൽ വലിയ കൂട്ടിക്കടത്തലുകൾ, വലിയ വഞ്ചനകൾ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. മലയാളത്തിൽ എഴുതപ്പെട്ട അധിക ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചാൽ അതിൽ ഈ ഷീഈ സ്വാധീനം കാണാം. അതുകൊണ്ട് നല്ല ഒരു പണ്ഡിതനെ കണ്ടെത്തി നമ്മൾ ഈ മതവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഓരോ അറിവും ദീനാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ ആ ദീൻ എവിടെ നിന്ന് സ്വീകരിക്കണമെന്നത് നമ്മൾ കൃത്യമായി നോക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ദുനിയാവും ആഖിറത്തും വഞ്ചനയിലായി പോകുമെന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഹറം മാസം അല്ലാഹുവിങ്കൽ പവിത്രമാക്കപ്പെട്ട മാസമാണ്. ഈ മാസം ഒരു സുന്നത്തായ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുകയാണ്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹറുല്ലാഹിൽ മുഹറം. റമളാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായ, അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് അല്ലാഹുവിൻ്റെ മാസമായ മുഹറമിലെ നോമ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത് ആശുറയിലെ നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജൂതന്മാർ മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസമായി കൊണ്ട് ആ ദിവസത്തെ നോമ്പ് നോക്കുന്നത് കൊണ്ട് നിങ്ങളെക്കാൾ ആ നോമ്പ് നോക്കാൻ അർഹൻ നമ്മളാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹ് ആ നോമ്പ് സ്വഹാബാക്കളോട് നോക്കാൻ കൽപ്പിക്കുന്നു. അവരിൽ നിന്ന് വ്യതിരക്തമുണ്ടാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ താസുആയിനും 9 നോക്കും എന്ന് റസൂൽ പറഞ്ഞിരുന്നു. പക്ഷെ റസൂൽ അടുത്ത വർഷം ജീവിച്ചില്ല. അതുകൊണ്ട് റസൂലിൻ്റെ കൗലുള്ളത് കൊണ്ട്, ഒരു റസൂലിൻ്റെ കൗല് അത് നമുക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ 9ഉം 10ഉം നോമ്പ് ശറഅയിൽ സ്ഥിരപ്പെട്ടു വന്ന സുന്നത്തായ നോമ്പുകളാണ്. ഹദീസിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപം പൊറുക്കപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വസിയാമു യൗമി ആശുറ, ആശുറ ദിവസത്തെ നോമ്പ്, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ല, മുമ്പത്തെ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ പാപങ്ങൾ പുറത്തു തരുന്ന നോമ്പാണ് ആശുറ ദിവസത്തെ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. താസുആഇന്റെ വിഷയത്തിലും സ്വഹീഹ് മുസ്ലിം ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സുന്നത്തായ നോമ്പുകൾ നമ്മൾ നോക്കാൻ ശ്രമിക്കുക, പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ബിദ്അത്തുകളെല്ലാം വെടിയാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലത്തെ പഴിക്കുക എന്നത് റസൂൽ ശക്തമായി താക്കീത് ചെയ്ത വിഷയമാണ്. ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. കാരണം അള്ളാഹുവാണ് കാലത്തെ നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് കാലത്തെ മാറ്റിമറിക്കുന്നത്. അപ്പോൾ കാലത്തെ കുറ്റം പറയാൻ പാടില്ല. അത് വൻ ദോഷമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ കൃത്യമായി കിതാബിനെയും സുന്നത്തിനെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ സംഭവിച്ചു പോകുന്ന സ്കരിതങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്നു. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന പ്രയാസത്തിനെല്ലാം 10 മടങ്ങ് പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുകയും റബ്ബിനെ കണ്ണുകൊണ്ട് കാണുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كلها ولا تكلنا إلى أنفسنا طرفة عين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.